സിംഹൻ സിനിമാറ്റിക്സ് ചെയ്യുന്നതും നമ്മളെ വീഡിയോസ് സിനിമാറ്റിക്സ് നമ്മളെ പടപ്പെടുത്തക്കാരൻ കൂടിയാണ് നമ്മളെ സിംഹൻ. സോ സിംഹൻ, വെൽക്കം ടു ദി വെൽഹല്ല ഫാമിലി. സിംഹ മുത്തേ വെൽക്കം അപ്പം വെൽക്കം സിംഹൻ ടു അവർ ഫാമിലി ആസ് BH സിംഹൻ. മുത്തേ വെൽക്കം വെൽക്കം എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. സംസാരിക്ക. ഇത് ഗൈസ്, സിംഹൻ ഇപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ 21 മണിക്കൂറൊക്കെ VC-യിൽ ഇരുന്നിട്ട് വേണ്ടിട്ട് ഫുൾ എഫേർട്ട് എടുത്തിട്ട് ഇത് ഇപ്പൊ ഞാൻ എടുത്തു പറയേണ്ട ഒരു കേസും കൂടി. നിങ്ങൾ സിനിമാറ്റിക്സ് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതിന് മണിക്കൂർ കണക്കിന് അവൻ നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ ഉള്ളൂ. ആ ടൈമിൽ തന്നെ അത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു കിട്ടിലും സിനിമാറ്റിക്സ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല കിട്ടിലും PvP പ്ലെയർ ആണ്. SRR നിങ്ങൾക്ക് അറിയാലോ, SRRയുടെ കോ ലീഡറും കൂടിയാണ് നമ്മുടെ സിംഹൻ. ഇനി മുതൽ നമ്മുടെ ഒരു എന്താ പറയാ പടക്കുതിര ആണ് പറയാം. അപ്പം വെൽക്കം SRR സിംഹൻ ടു BH ആസ് BH സിംഹൻ. മുത്തേ വെൽക്കം ടു അവർ ഫാമിലി. രണ്ട് വാക്ക് അവസരം തന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വഴിയെ നമുക്ക് കാണിക്കരുത്. കൂടുതൽ സംസാരം ഇല്ല മുത്തേ, നമ്മള് കൂടുതൽ സംസാരമൊന്നും ഇല്ല. വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കോ അല്ലേ. അപ്പൊ മുത്തേ എന്തായാലും വെൽക്കം ബാബ. ഇതൊക്കെ ആരാ എടാ കുന്നേ, നീ എന്തിനു അണ്ടിക്ക് ആർപ്പി കാണുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ മുത്തേ. പുതിയ ഉടുപ്പ് വെച്ചങ്ങ് കൊടുത്താലോ റെമ്പോ? എങ്ങനെ പിള്ളേർക്ക് പുതിയ ഉടുപ്പേ നോക്കിയാലോ ഈ കറുപ്പൊക്കെ കിട്ടുന്ന പിള്ളേർക്കൊക്കെ പഠിത്ത് കാണുമല്ല. നമുക്കൊരു കുറച്ച് കിട്ടിയില്ല പുതിയ ഉടുപ്പുകൾ അങ്ങ് റെഡിയാക്കിയാലോ? കാണിക്കാം. അപ്പൊ എല്ലാവരും നേരെ നോക്കി പിള്ളേരെ. അപ്പൊ എല്ലാരും ഒന്ന് വന്നേ. എല്ലാരും എടാ മുത്തേ റിക്രൂട്ട്മെന്റ്സ് ഇഷ്ടമായ സിനിമാറ്റിക്സ് ഉണ്ട്. സിനിമാറ്റിക്സ് നിങ്ങൾ കാണണം. ഇതുണ്ട് ബാക്കിലോട്ട് കുറച്ച് ബാക്കിലോട്ട്. അതെ. സോ മക്കളെ, നമ്മളെ ഇപ്പൊ കറുപ്പൊക്കെ മാറ്റി ഇനി നമുക്ക് ഇച്ചിരി പവർഫുൾ കളിക്കാം. കൊള്ളാം മുത്തേ. റിക്രൂട്ട്മെന്റ് എങ്ങനെയുണ്ട്? റിക്രൂട്ട്മെന്റ് എങ്ങനെ ഉണ്ടെന്ന് പറ. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാ ഇല്ലെന്നല്ല, റിക്രൂട്ട്മെന്റ് എങ്ങനെയുണ്ട് അതാദ്യം പറ. റിക്രൂട്ട്മെന്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതാണ് മുത്തേ നമ്മളെ ഗ്യാങ് ഡ്രസ്. BH ഇത് ടീഷർട്ട്, ഇത് ഹുഡി. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കൊറേ നമ്മളെ പയ്യന്മാരെ മിക്ക ആൾക്കാരെ ആഗ്രഹമായിരുന്നു ഇത് കണക്ക് കൈയില്ലാത്ത ഇതേ കണക്ക് ഒരു സാധനം വേണോന്നുള്ളത്. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇട്ടൊന്ന് നിക്കണം മോനെ, ഇതെല്ലാം ഒന്ന് ഇട്ട് നിക്കണം. അല്ലല്ല ബാക്കി ഞാൻ പറയാം. അപ്പൊ ഞാൻ പറയാം. ലോഗോ ഗൈസ്, ഇതാണ് നമ്മുടെ ലോഗോ ഗൈസ്. അതെ, നമ്മളെ ഒന്നും മാറിയിട്ടില്ലല്ലോ, പേരിലേ മാറിയുള്ളൂ. നമുക്ക് പേരിന്റെ ഒരു മിനിറ്റ് നമുക്ക് പേരിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ പേര് ഉപേക്ഷിക്കാൻ തയ്യാറായത്. മറ്റൊന്നും തന്നെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഞാൻ വീണ്ടും പറയാം, നമ്മള് MRC-യിൽ തന്നെയാണ് നമ്മളെ മനസ്സിപ്പോഴും ഉള്ളത്. പക്ഷെ പേര് മാറ്റണം എന്നുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പേര് മാറ്റി ഇത്രയും കഷ്ടപ്പെട്ട് ബാക്കി പുറത്തിരുന്ന് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വന്നത്. അപ്പം വായിക്കണത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേൽകല ഞാൻ ഇത് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ MRC ആ ഒരു സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം ഇത് രണ്ടല്ല ഒന്ന് തന്നെയാണ്.
എങ്ങനെ അത്രേ ഉള്ളൂ നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം ആ ലെഗസിക്കൊന്നും ഒന്നും വരൂല. അത് 6 മാസത്തെ ലെഗസി ആയാലും 6 ദിവസത്തെ ലെഗസി ആയാലും നമ്മളിവിടെ നിന്നിട്ടുണ്ടോ നമ്മൾ മുന്നോട്ട് നിൽക്കും. എങ്ങനെയുണ്ട് ഡ്രസ്സ് അടിപൊളിയാടാ. ഡ്രസ്സ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനോടെ ഈ കൈയില്ലാത്ത സാധനം ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എടാ പുറത്തോ ഇനി നിക്കണം. ഇനി വേറെ ആരും മിണ്ടല്ലേ, പുറത്തിറങ്ങിയിട്ട് വേറെ ആരും മിണ്ടല്ലേ. എല്ലാരും പുറത്ത് നിന്നാ മതിയെ. ഇവിടെ നിന്നോ വെയിറ്റ് ആക്ക് അപ്പാ വെയിറ്റ് ആക്ക്. അപ്പാ നിക്ക്. നിങ്ങളൊന്നും മറന്നില്ല, ഇനി മറന്ന ഞാനാ. ഗൈസ് അപ്പം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇത് എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയൂടാ. നമുക്ക് വേണ്ടിയിട്ട് ഈ സിറ്റിയില് എന്ത് നഷ്ടപ്പെട്ടാലും, ഗ്യാങ് ഹൗസ് നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഈ സിറ്റിയിൽ പിന്നെയും കയറുമ്പം മിസ് ചെയ്ത ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. ഈ ഗ്യാങ് ഹൗസിൽ ഞാൻ അത്രയും ഞാൻ ഇവിടുന്ന് MRC'd ഡിസ്ബാൻഡിലായി പോയിട്ട് സിറ്റിസൺ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ മിസ് ചെയ്ത ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. ആ സാധനം ഞാൻ ഇന്നിവിടെ തിരിച്ചു കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്ന നമ്മുടെ മാരി ആ സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. പുതിയതായിട്ട് വന്നവർക്ക് ഇത് എത്രത്തോളം ഇത് വരുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾക്കും ഇഷ്ടപ്പെടോളാം. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുനോക്കുക. ഞാൻ കൂടുതൽ പറയാനുള്ള ഇത് നമ്മളെ കൂട്ടത്തിൽ വേറെ ആർക്കും അറിഞ്ഞൂടാ. ഇത് നിങ്ങളെ കൂട്ടത്തിൽ വേറെ ആർക്കും അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചുതരാം. പറ. ലോക്കാണ് ഗൈസ്. നമ്മുടെ സുൽത്താൻ 2.0 സുൽത്താൻ 2.0 അല്ലല്ല